doctors, welcome to Neet Master Malayalam. This is our chapter, periodic classification. In the chapter, our test topic name classification of elements and periodicity in properties. We will periodic classification. Chapter is a question. Chapter name is a question. Why do we need to classify these elements? We elements classify classification chemistry biology classifications hiking class classification elements element and properties. It's simple. Similar properties and trend arrange periodic table periodic table. Mostly accepted periodic table. Okay, that's a table. Scientist formula contact modify the horror Parnana, Nukari form, periodic table form. Upon Serio Regal, I will develop Munera or Kada. Adan Adimenoka. One way Namakapam NCRT starting Dobrin and the Trad and she Dobrin in the Trad Nana. We have ideas. NCRT പ്രകാരം നമുക്ക് ഡോബ്രിൻ്റെ ട്രയാഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഡോബ്രിൻ്റെ ട്രയാഡ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ കുറേ എലമെൻറ്റ്സ് ഉണ്ട്, അതിൻ്റെ അറ്റോമിക് വെയിറ്റ് ഉണ്ട്. ഇപ്പം നമ്മളിവിടെ 3 പേരുള്ളൊരു ഗ്രൂപ്പായിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഇവിടെ 3 ഗ്രൂപ്പുകളെ കാണിച്ചിട്ടുള്ളൂ. ഇതിലുള്ള ഗ്രൂപ്പുകൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും ഇവിടെ 3 പേരുള്ള ഗ്രൂപ്പുകളായിട്ട് ഇങ്ങനെ 3 ഗ്രൂപ്പുകൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ എലമെൻറ്റ്സിൻ്റെ പ്രത്യേകത എന്താ? ഓക്കെ, അദ്ദേഹം പറഞ്ഞ കാര്യം എന്തോ പറഞ്ഞതെന്ന് വെച്ചാൽ ഓരോ 3 ഗ്രൂപ്പിൽ ഓരോരോ ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസ് സെയിം ആണെന്ന് പറഞ്ഞു വെച്ചു. ഇപ്പം ഫസ്റ്റ് ഗ്രൂപ്പ് ലിഥിയം, പൊട്ടാസ്യം, ഈ രണ്ടെണ്ണത്തിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് സോഡിയം വരുന്ന ആ ഒരു രീതിയിൽ പറഞ്ഞു വെച്ചു. ഇപ്പം നിങ്ങൾക്ക് നോക്കി ഒരു ടേബിളിലേക്ക് നോക്കി എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഒരു പ്രത്യേകത ഞാൻ കണ്ടുപിടിക്കട്ടെ. ഇവിടെ ഇങ്ങോട്ട് ഓക്കെ 7 39 39 + 7 എത്ര? 46 46/2 23 അല്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം എന്ത് കിട്ടി? അല്ലെങ്കിൽ അതിൻ്റെ ഹാഫ് എടുത്തപ്പോൾ എന്ത് കിട്ടി? 23 കിട്ടി. അത് മിഡിലുള്ള എലമെൻ്റ് അറ്റോമിക് വെയിറ്റ്. ഇവിടെ നോക്കിയേ, ഇവിടെ നോക്കുമ്പോഴും അങ്ങനെ 40 137 137 + 40 177 177ൻ്റെ ഹാഫ് എടുത്തു 88.5 ആണ്. ഓക്കെ, എന്നാലും 88 നമുക്ക് പറഞ്ഞു വയ്ക്കാം അല്ലേ? ഇവിടെയും കുറേ പോയിന്റ് വാല്യൂസ് ഒക്കെ ഉണ്ടല്ലോ, അത് തൽക്കാലം നമ്മൾ വിഴുങ്ങിയിരിക്കുമല്ലേ. ഇവിടെ അതുപോലെ 35.5 127 ആഡ് ചെയ്യുമ്പോൾ ഒരു 162.5 അതിൻ്റെ ഒരു പകുതി എന്ന് പറയാം അല്ലേ? 81 പോയിന്റ് സംതിങ് ഒക്കെ വരും. എന്നാലും നമുക്ക് തൽക്കാലം 80 പറയാം, പ്രശ്നമല്ല. 80 ഏകദേശം മധ്യതായിട്ട് വരുന്നില്ലേ? അപ്പോൾ അദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചു. ഇങ്ങനെ ഓരോ ട്രയാഡ് അദ്ദേഹം ഇങ്ങനെ രൂപകൽപ്പന ചെയ്തു. ഓക്കെ, കുറച്ച് നേരമൊക്കെ ഓടി. അത് കഴിയുമ്പോഴും ആൾക്കാർ പോരായ്മകൾ കണ്ടുപിടിക്കുമല്ലോ. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് ജസ്റ്റ് ഒരു കോയിൻസിഡൻസ് മാത്രമാണ്, ഇതിൽ വലിയ കാര്യമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചു. അപ്പോൾ ഈ ഡോബ്രിൻ്റെ പോയി. അപ്പോൾ ഡോബ്രിൻ്റെ പകരം പുതിയ ആളെത്തി. അതാരാണ്? ചാൻകട്ടോസ് എന്ന് പറഞ്ഞൊരു പുതിയ സയൻറ്റിസ്റ്റ് എത്തി 1862. ഓക്കെ, അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ കുറേ നോൺ എലമെൻറ്റ്സ്, അപ്പം അറിയാവുന്ന എലമെൻറ്റ്സിനെ എല്ലാം കൂടെ ചേർത്തിട്ട് അതിൻ്റെ അറ്റോമിക് വെയിറ്റിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തു. എങ്ങനെ? ഒരു സിലിണ്ടറിക്കൽ ടേബിൾ ഓഫ് എലമെൻറ്റ്സ് ആയിട്ട്, മീൻസ് ഒരു സിലിണ്ടർ പോലെ ഈ അറ്റോമിക് വെയിറ്റിൻ്റെ ഇൻക്രിമെൻറ്റിൻ്റെ അനുസരിച്ച് ഒരു സിലിണ്ടറിക്കൽ ടേബിൾ പോലെ അങ്ങ് അറേഞ്ച് ചെയ്ത് വെച്ചു. അത്ര അദ്ദേഹം ചെയ്തോളൂ. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അദ്ദേഹത്തിനും നേരെ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ വലിയ അറ്റൻഷൻ അതിനും കിട്ടിയില്ല.
അടുത്തത് വരുന്നത് നമ്മുടെ ന്യൂലാൻഡാണ്. അപ്പം ന്യൂലാൻഡ് ലോ ഓഫ് ഒപ്റ്റിക്സ് അതെന്താ പറഞ്ഞിരിക്കുക, നമ്മളെ സരിഗമ പദനിസയല്ലേ. അപ്പം സരിഗമ പദ നീ വീണ്ടും സാവുന്നില്ലേ, അതുപോലെയാണ് എലമെൻ്റ് രീതിയിൽ അദ്ദേഹം പറഞ്ഞു വെച്ചാൽ അറ്റോമിക് വെയിറ്റിന് അനുസരിച്ച് അദ്ദേഹം ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ടാക്കി. ആ ഓർഡറിൽ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ എന്താ, ഓരോ എലമെൻറ്റ് വന്നിട്ടില്ലേ, ഓരോ എലമെൻറ്റ് ഓരോ 8 കഴിയുമ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് സിക്സ് 7 വന്നിട്ട് ആ 8th ഉണ്ടല്ലോ, ആ 8th ഫസ്റ്റ് വണ്ണുമായിട്ട് സിമിലാരിറ്റി ഉണ്ട്. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും എന്ന രീതിയിലാണ്. അപ്പോൾ ഫസ്റ്റ് 8th അത് തമ്മിൽ എന്തോ ഈ സിമിലാരിറ്റീസ് എന്ന രീതിയിലാണ് അദ്ദേഹം കണ്ടെത്തിയത്. അദ്ദേഹം കണ്ടെത്തി. ഇത് അധികമൊന്നും അറ്റൻഷൻ ഒന്നും കിട്ടിയില്ല, എങ്കിലും അദ്ദേഹത്തിന് ഇത് ഡേവി മെഡൽ പോലുള്ള പുരസ്കാരങ്ങൾ നേടിക്കൊടുത്തു. അദ്ദേഹത്തെ പറ്റിയ പ്രശ്നം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇതുപോലെ കാൽഷ്യം വരെ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് നടന്നില്ല. അറ്റോമിക് ബേസിസിലെ കാൽഷ്യം വരെ പറ്റുള്ളൂ, അത് കഴിഞ്ഞിട്ടൊന്നും നടന്നില്ല. 2 എലമെൻറ്റ്സ് അടക്കമല്ലേ, അപ്പോൾ അതും പോയി. അടുത്ത ആരാ വരുന്നേ, ഇനി അടുത്ത 2 സയൻറ്റിസ്റ്റുകളാണ്, മെൻഡലും ലോതർമെയറും. രണ്ടുപേരും ഏകദേശം ഒരേ സമയങ്ങളിൽ തന്നെ വന്നവരാണ്. രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വർക്ക് നടത്തിയിരിക്കുന്നതാണ് നമുക്ക് പറഞ്ഞു തരുന്നത് NCERT. ബട്ട് പൊതുവെ ചരിത്രം പറഞ്ഞു തരുന്നത് എന്ന് വെച്ചാൽ എങ്ങനെയാണ്, ലോതർമെയറിൻ്റെ വർക്ക് മെൻ്റലീവ് എടുത്തു എന്ന രീതിയിൽ പറയുന്നുണ്ട്. ചരിത്രമല്ലേ, എന്താണെന്നറിയില്ല. നമുക്ക് തൽക്കാലം ഈ രീതിയിൽ മുന്നോട്ട് പോവാം. മെൻ്റലീവും ലോതർമെയറും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരുടെ വർക്ക് ചെയ്തു. പക്ഷേ ലോതർമെയറിൻ്റെ വർക്ക് അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയി. അപ്പോൾ മെൻ്റലീവിൻ്റെ വർക്കായിരുന്നു ശ്രദ്ധിക്കപ്പെട്ടത്, അത്രയും ശ്രദ്ധിക്കപ്പെട്ടു. അദ്ദേഹത്തിന് കൂടെ പവർ ഉണ്ടായിരുന്നു. അവിടെ ഒരു പവറിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ കുറച്ച് പേര് അക്സെപ്റ്റ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളായിരുന്നു. അതുകൊണ്ടൊക്കെ ആവാം മെൻ്റലീവിലേക്ക് ആ ഒരു ക്രെഡിറ്റ് പോയി, ആ ടേബിളിൻ്റെ ക്രെഡിറ്റ് പോയി. ഈ ലോതർമെയർ ഉണ്ടാക്കിയ ടേബിൾ ഏകദേശം നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളാണല്ലോ, അതിൻ്റെ ഒരു ഏകദേശ രൂപം തന്നെയാണ് നമ്മുടെ ലോതർമെയർ ഉണ്ടാക്കിയത്. പക്ഷേ അധികം പബ്ലിഷ് ചെയ്യാൻ പറ്റാതെ പോയി. എന്തൊക്കെയോ കഥകൾ നമ്മൾ പലരും ഇങ്ങനെ പറഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെ പോകുന്നു. പലരും പലത് പറയും. ഓക്കെ, അതൊക്കെ നോക്കണ്ട, ആ കഥ അവിടെ നിൽക്കട്ടെ. അവർ തമ്മിൽ എന്തൊക്കെയോ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോട്ടെ. അപ്പോഴും ലോതർമെയർ അങ്ങനെ ഒരു ടേബിൾ ഉണ്ടാക്കി. പക്ഷേ അതൊന്നും അത്ര ഫേമസ് ആയില്ല. പിന്നെ ഏറ്റവും ഫേമസ് ആയത് നമ്മുടെ മെൻ്റലീവിൻ്റെ ആയിരുന്നു. ആ കാലഘട്ടത്തിൽ ഇതുവരെ ഒന്നുമില്ല, ഏറ്റവും ഫേമസ് ആയത് മെൻ്റലീവിൻ്റെ ആണ്. നമ്മുടെ പാവം ഡോബ്രിനൊക്കെ എന്തോ പറഞ്ഞു, ഒരു അറ്റോമിക് വെയിറ്റിൻ്റെ രീതിയിലൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങിയെങ്കിലും പക്ഷേ ആ ഒരു പീരിയോഡിക് ലോ കൊണ്ടുവന്നത് ആരാണ്, മെൻ്റലീവാണ്. മെൻ്റലീവിൻ്റെ പീരിയോഡിക് ലോ എന്താണ്, പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ എ പീരിയോഡിക് ഫങ്ഷൻ ഓഫ് ദി അറ്റോമിക് വെയ്റ്റ്സ്. ഓരോ എലമെൻറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസ് അതിൻ്റെ അറ്റോമിക് വെയ്റ്റിൻ്റെ പീരിയോഡിക് ഫങ്ഷനായിട്ടാണ് കാണപ്പെടുന്നത് എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഓക്കെ, നമ്മുടെ മോഡേൺ ഫോമായിട്ട് ഏകദേശമൊക്കെ അടുത്ത് വരുന്നു. നമ്മുടെ മോഡേൺ ഫോം അറ്റോമിക് വെയിറ്റ് അല്ല, എന്നാലും ഏകദേശമൊക്കെ അടുത്ത് വയ്ക്കുന്ന രീതിയിലായിരുന്നു മെൻ്റലീവിൻ്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻ. മെൻ്റലീവിൻ്റെ പീരിയോഡിക് ടേബിളിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അദ്ദേഹം നമ്മൾ പറഞ്ഞു അറ്റോമിക് മാസിൻ്റെ ബേസിസിലാണ് അദ്ദേഹം ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്തത്. ഓക്കെ, അതൊക്കെ ഒരു മാസം ഉണ്ടായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ കെമിക്കൽ പ്രോപ്പർട്ടീസും ഈ ഒരു ഗ്രൂപ്പിങ്ങിന് വേണ്ടി ഒരു കാറ്റഗറി ആയിട്ട് എടുത്തു. കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ഏതാണ് നോക്കിയതെന്ന് വെച്ചാൽ മെയിനായിട്ട് ഈ ഓരോ എലമെൻറ്റ്സ് ഫോം ചെയ്ത ഹൈഡ്രേറ്റ്സ്, ഓക്സൈഡ്സ്, ആ ഒരു രീതിയിലാണ് നോക്കിയത്. അതിൻ്റെയൊക്കെ ബേസിസിലാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം ഈ ഒരു പീരിയോഡിക് ടേബിളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു കാലഘട്ടത്തിൽ 63 എലമെൻറ്റ്സ് മാത്രമേ അന്ന് കണ്ടെത്തിയിട്ടുള്ളായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ഒരു പ്രോപ്പർട്ടീസിൻ്റെയൊക്കെ ബേസിൽ ഓരോ ഹൊറിസോണ്ടൽ റോസും മറ്റേ കോളംസും ഒക്കെ ഉണ്ടാക്കി ഒരു ടേബിൾ ഫോമാറ്റിലാണ് അദ്ദേഹം കൊണ്ടുവന്നത്. ഓക്കെ, അദ്ദേഹം ചെയ്ത പണി അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ എലമെൻറ്റ് അന്ന് നോൺ ആയിട്ടുള്ള ഈ 63 എലമെൻറ്റ്സ് എടുത്ത് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൽ ഉള്ള ഈ സ്റ്റഡി റൂമിൻ്റെ ഫ്രണ്ടിലുള്ള വാളിലുണ്ടല്ലോ, അപ്പോൾ ഓരോ കാർഡ് പോലെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഓരോ കാർഡിലും ഓരോ എലമെൻറ്റിൻ്റെ ഓരോ പ്രോപ്പർട്ടീസ് എഴുതി വെച്ചു. അങ്ങനെ ഈ കാർഡെല്ലാം കൂടെ ഇങ്ങനെ ഭിത്തിയിൽ ഇങ്ങനെ നിരത്തി വെച്ചു. എന്നിട്ട് ഇതിനകത്ത് കുറച്ച് സിമിലർ പ്രോപ്പർട്ടീസൊക്കെ ഉള്ളവരെ എടുത്ത് ഒരുമിച്ച് ചേർത്ത് ഓരോ ഗ്രൂപ്പ് ചെയ്ത് നോക്കി. അങ്ങനെ ഗ്രൂപ്പ് ചെയ്തപ്പോഴാണ് അദ്ദേഹം കണ്ടെത്തിയത് ഇതെന്ന് വെച്ചാൽ ഈ അറ്റോമിക് മാസിൻ്റെ ബേസിസിൽ ഒരു ഓർഡറിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു പ്രോപ്പർട്ടീസിൻ്റെ ഒരു റെപ്പറ്റീഷനൊക്കെ കാണുന്നതായിട്ട് കണ്ടു. ഓക്കെ, ഒരു അറ്റോമിക് മാസിൻ്റെ ബേസിൽ ഇങ്ങനെ ഓർഡർ ചെയ്തപ്പോഴത്തേക്ക് ഒരു റെപ്പറ്റീഷൻ പോലെയൊക്കെ കണ്ടു. ഓക്കെ,
അതിൻ്റെ ബേസിസിലാണ് അദ്ദേഹം പീരിയോഡിക് ലാ, ഈ അറ്റോമിക് മാസിൻ്റെ ബേസിസിൽ എന്ത് പറഞ്ഞത്, പീരിയോഡിക് ലാ പറഞ്ഞു വെച്ചത്. അതായത് പീരിയോഡിക് ലാ പറഞ്ഞു വെച്ചു. ആ പീരിയോഡിക് ലാ എന്തെന്ന് നമ്മൾ നേരത്തെ തന്നെ കണ്ടു. അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ മെയിൻ മെറിറ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം കുറേ ഗ്യാപ്പുകൾ ഇട്ടിരുന്നു കേട്ടോ. കുറേ ഗ്യാപ്പുകൾ ഇട്ടിരുന്നു. അപ്പോഴേക്കും പുതിയ എലമെൻറ്റ് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ആ ഒരു ഗ്യാപ്പിലേക്ക് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഓൾ സ്ട്രക്ചറിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറിറ്റ്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ഗ്യാപ്പുകൾ വന്നപ്പോൾ പുതിയ പുതിയ എലമെൻസിനെയൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഒരിത് വന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ എലമെൻറ്റ്സ്, ആ കണ്ടുപിടിക്കാത്ത എലമെൻറ്റിന് പറ്റിയിട്ട് തന്നെ അദ്ദേഹം ഒരു പീരിയോഡിക് ട്രെൻഡ് വെച്ചിട്ട് എന്ത് പറയുകയുണ്ടായി, ഇങ്ങനെ എലമെൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രെഡിക്റ്റ് ചെയ്യുകയുണ്ടായി. ഓക്കെ, അതൊക്കെ ഭയങ്കര ഒരു മെറിറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ആ പ്രഡിക്ഷൻ കറക്റ്റായിട്ട് പിന്നീട് ലേറ്റർ ഓൺ പ്രഡിക്ഷൻസ് എല്ലാം കറക്റ്റാണെന്ന് കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. പിന്നെ അദ്ദേഹത്തിന് ഡീമെറിറ്റ് എന്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഈ ഹൈഡ്രജൻ ഉണ്ടല്ലോ, ഹൈഡ്രജന് ഒരു കറക്റ്റായിട്ടൊരു സ്ഥലം കൊടുക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെ അദ്ദേഹം അറ്റോമിക് മാസിൻ്റെ ബേസിസിലൊക്കെയാണ് അറേഞ്ച് ചെയ്തത്. പക്ഷേ ചില കേസുകളിൽ, ചില സ്ഥലങ്ങളിലൊക്കെ അത് വയലേറ്റ് ചെയ്തായിരുന്നു. അറ്റോമിക് മാസിൻ്റെ ഇൻക്രിമെൻ്റ് ഓർഡറിലുള്ള ചില കേസിലൊക്കെ അവിടെ വയലേഷൻ ഉണ്ട്. അപ്പോൾ അദ്ദേഹം അത് അറ്റോമിക് മാസ് എടുത്തതിൻ്റെ തെറ്റായിരിക്കുന്ന രീതിയിലൊക്കെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചു. എന്നാലും അവിടെ വയലേഷൻസ് ഉണ്ട്, കാര്യമായിട്ടുള്ള വയലേഷൻസ് തന്നെ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഐസോട്ടോപ്പുകളൊക്കെ ഉണ്ടല്ലോ, ഐസോട്ടോപ്പുകളൊന്നും കറക്റ്റൊരു സ്ഥാനം കിട്ടിയിരുന്നു. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പീരിയോഡിക് ലാ ഒരുപാട് വയലേറ്റ് ചെയ്തിട്ടുണ്ട്. അറ്റോമിക് വെയിറ്റിൻ്റെ കാര്യം ബൈൻഡായിട്ട് ഫോളോ ചെയ്തില്ല എന്ന് നമ്മളൊരു ഇത് പറഞ്ഞില്ലേ, അതിനൊരു എക്സാമ്പിളാണ് ഈ ഒരു കേസ്. ഈ ഒരു കേസിൽ എങ്ങനെയാണ് ഈ അയഡിൻ്റെ അറ്റോമിക് വെയിറ്റ് എന്ന് വെച്ചാൽ ഈ ടെല്ലൂറിയം എന്ന എലമെൻറ്റ്, ആ ടെല്ലൂറിയം എന്ന എലമെൻറ്റ് ഗ്രൂപ്പ് 6-ലാണുള്ളത്. അപ്പോൾ ഈ അയഡിൻ എന്ന് പറഞ്ഞാൽ ഈ അയഡിൻ്റെ ഈ എലമെൻ്റ് ഉണ്ടല്ലോ, അയഡിൻ എന്ന് പറഞ്ഞ ഈ എലമെൻറ്റ് അറ്റോമിക് വെയിറ്റ് ഈ ഗ്രൂപ്പ് 6-ലുള്ള ഈ ടെല്ലൂറിയം എന്ന എലമെൻറ്റിനെ കാട്ടിലും കുറവാണ്. അപ്പോഴെങ്ങനെയാണ് കുറവാകുമ്പോൾ എങ്ങനെയാണ്, അയഡിൻ കഴിഞ്ഞിട്ടല്ലേ ടെല്ലൂറിയം വരേണ്ടത്? അദ്ദേഹം പറഞ്ഞു വെച്ചിട്ട് അറ്റോമിക് വെയിറ്റിൻ്റെ ഇൻക്രിമെൻറ്റിലല്ലേ അദ്ദേഹം അറേഞ്ച് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞത്, അയഡിൻ കഴിഞ്ഞിട്ടല്ലേ ടെല്ലൂറിയം വരേണ്ടത്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്തെന്നോ, ഈ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ ആ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവർ ഗ്രൂപ്പ് 7 ആ ഒരു 7th ഗ്രൂപ്പിലേക്ക് ഈ അയഡിനും കൂടെ ആഡ് ചെയ്യപ്പെട്ടു. കാര്യം എന്ന് വെച്ചാൽ അവരുടെ പ്രോപ്പർട്ടീസ് എല്ലാം സിമിലർ ആയിരുന്നു. അദ്ദേഹം കെമിക്കൽ പ്രോപ്പർട്ടീസിനെയും കാര്യമായിട്ട് എടുത്തു എന്ന് പറഞ്ഞില്ലേ, കാര്യമായിട്ട് കൺസിഡർ ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഈ അയഡിൻ്റെയൊക്കെ കെമിക്കൽ പ്രോപ്പർട്ടി ഈ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ ഈ ഒരു എലമെൻസിൻ്റെയൊക്കെ സിമിലറാണ്. അതുകൊണ്ട് അദ്ദേഹം ഈ അറ്റോമിക് മാസ് വക വയ്ക്കാതെ അതിനെയും കൂടി എടുത്ത് എവിടെ ഇട്ടു, ഗ്രൂപ്പ് 7 ഇട്ടു. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഡീമെറിറ്റാണ്. അദ്ദേഹം ഗ്യാപ്പ് ഇട്ടു എന്ന് പറഞ്ഞില്ലായിരുന്നു പുതിയ എലമെൻസിന് വേണ്ടിയിട്ട്, അതിനൊരു എക്സാമ്പിളാണിത്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ചോദിക്കുക അലുമിനിയം ഏതാന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പം അദ്ദേഹം അലുമിനിയത്തിന് താഴെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇനി ഏതോ ഒരു എലമെൻറ്റ് വരാനുണ്ടെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അങ്ങനെ അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്തു. എന്നിട്ട് അദ്ദേഹം ഒരു പേരും കൂടെ കൊടുത്തു, അലുമിനിയം എന്നൊരു പേരും കൂടെ കൊടുത്തു. അലുമിനിയം താഴെ ഒരു ഗ്യാപ്പ് ഇട്ടു എന്നിട്ട് പറഞ്ഞതാണ്. ഓക്കെ, അതിനെ പിന്നീട് ആ ഒരു പ്രോപ്പർട്ടീസൊക്കെ അദ്ദേഹം ഇൻ അഡ്വാൻസ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് കാലം കണ്ടെത്തി അങ്ങനെ എലമെൻറ്റ്, ആ ഒരു എലമെൻറ്റാണ് നമ്മുടെ ഗാലിയം. ഓക്കെ, അപ്പോൾ അലുമിനിയത്തിന് താഴെ ഉണ്ടായിരുന്ന ആ ഒരു എലമെൻറ്റാണ് ഗാലിയം. ഇതിൻ്റെയൊക്കെ പ്രോപ്പർട്ടീസ് അദ്ദേഹം ഇൻ അഡ്വാൻസ് പ്രെഡിക്റ്റ് ചെയ്തു. അതുപോലെ സിലിക്കണിൻ്റെ താഴെ ഗ്യാപ്പ് ഇട്ടുണ്ട്, അതിനെ പേര് കൊടുത്തു, സിലിക്കൺ എന്ന് കൊടുത്തു. അതിനെ പിന്നെ കാലം കണ്ടെത്തി എന്തെന്നാ ജർമ്മേനിയം ആയിരുന്നു ആ എലമെൻറ്റ്. ഓക്കെ, ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്ന് വെച്ചാൽ കുറച്ച് എലമെൻറ്റ്സ് വന്നിട്ട് ഇങ്ങനെ മിസ് മാച്ച് ചെയ്യുന്നോ അങ്ങനെയൊക്കെ വല്ലതും ചോദിക്കാം. അല്ലെങ്കിൽ അലുമിനിയം അതിൻ്റെ അകത്ത് എഴുതുന്നതിന് 4 ഓപ്ഷൻ തരാം, അതിൻ്റെ അകത്ത് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അങ്ങനെയൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. അതുകൊണ്ട് ഈ രണ്ടും പഠിച്ചു വയ്ക്കുക.